ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. പാർത്ഥ, യുദ്ധം അരങ്ങേറുന്നുവെങ്കിൽ എനിക്ക് അതിനായി നൽകുവാൻ സാധിക്കുന്നത് ഇവയാണ്. ശ്രദ്ധിച്ചു കേട്ടാലും. ലക്ഷക്കണക്കിന് ശക്തരായ യാദവ യോദ്ധാക്കൾ ഉള്ള സൈന്യമുണ്ട് എനിക്ക്. നാരായണ സേന എന്നാണ് എൻ്റെ സൈന്യം അറിയപ്പെടുന്നത്. പരിചയസമ്പന്നരായ, യുദ്ധത്തിൽ പയറ്റി തെളിഞ്ഞ അജയ്യരായ യോദ്ധാക്കളാണ് നാരായണ സേനയിൽ ഉള്ളത്. നിനക്ക് നാരായണ സേനയാണ് വേണ്ടതെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. പിന്നെയുള്ളത് ഞാൻ തന്നെയാണ്. എന്നാൽ ഞാൻ ആയുധമെടുക്കില്ല. യുദ്ധത്തിൽ പ്രത്യക്ഷമായി ആയുധമെടുത്ത് പോരാടുകയോ ഇടപെടുകയോ ചെയ്യുകയില്ല. നിനക്ക് എന്താണ് വേണ്ടത് പാർത്ഥ? നാരായണ സേനയെയോ അതോ യുദ്ധത്തിൽ ആയുധമെടുത്ത് പോരാടുകയില്ല എന്ന് പറയുന്ന എന്നെയോ? എന്താണ് നീ തിരഞ്ഞെടുക്കുന്നത്? തൊഴുകൈകളോടെ അർജുനൻ ശാന്തനായി മാധവനോട് പറഞ്ഞു. ഹേ കേശവ, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ സാമീപ്യം മാത്രമാണ്. അങ്ങ് ആയുധമെടുക്കുന്നുവോ ഇല്ലയോ എന്നത് എന്നെ സംബന്ധിച്ച് തികച്ചും അപ്രസക്തമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് എൻ്റെ കൂടെ വേണമെന്ന് മാത്രമാണ്. കൃഷ്ണൻ മന്ദഹസിച്ചു. അർജുനന്റെ ഉത്തരം കേട്ട് സന്തോഷം കൊണ്ട് ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. ദുര്യോധനൻ പറഞ്ഞു, അപ്പോൾ നാരായണ സേന എനിക്ക് കേശവ. ഞാൻ നാരായണ സേനയെ തിരഞ്ഞെടുക്കുന്നു.